In many situations, we use the ability of water to conduct heat. Which are those situations? നമ്മൾ വാട്ടറിന് ഹീറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ചൂട് വഹിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ വാട്ടറിന്. അത് ഏതൊക്കെ രീതിയിലാണ് അത് ചൂട് വഹിക്കുന്നത്? ആ ഒരു സിറ്റുവേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഫോർ കുക്കിംഗ് റൈസ് അരി കുക്ക് ചെയ്യുന്ന സമയത്ത്, ബോയിലിംഗ് വെജിറ്റബിൾസ് ബോയിൽ ചെയ്യുമ്പോൾ, മേക്കിംഗ് ടീ ഓർ കോഫി ടീയും കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഹീറ്റിംഗ് വാട്ടർ ഫോർ ബേത്തിങ് കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സമയത്തൊക്കെ നമ്മൾ വെള്ളം ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ വാട്ടറിന് എന്ത് ഹീറ്റ് വഹിക്കാനുള്ള, ഹീറ്റ് താങ്ങാനുള്ള ഒരു കഴിവുണ്ട്, ഒരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളത്. അപ്പോൾ എക്സാമിന് നമുക്ക് ഇതിലെ സിറ്റുവേഷൻസ് നമ്മളോട് ചോദിക്കും. അപ്പോൾ അത് നിങ്ങളവിടെ മൈൻഡിൽ വെക്കുക കേട്ടോ. ഇനി വെൻ വാട്ടർ ഈസ് ഹീറ്റഡ് ഇറ്റ് റൈസസ് അപ്പ് ആസ് സ്റ്റീം. What happens to the moisture in the wet cloth as they get dry? നമ്മൾ വെള്ളം ചൂടാക്കുന്ന സമയത്ത് സ്റ്റീമായിട്ട്, നീരാവിയായിട്ട്, പുക പോലെ അങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ മോയ്സ്ചറായിട്ടുള്ള ഡ്രസ്സ്, നനഞ്ഞിട്ടുള്ള ഡ്രസ്സ്, അതെങ്ങനെ പിന്നെ ഡ്രൈ ആയിട്ട്, അത് പിന്നെ എങ്ങനെയാണ് ഉണങ്ങുന്നത്? നനഞ്ഞ ഡ്രസ്സിലെ വെള്ളം എങ്ങനെയാണ് പോകുന്നത്? നിങ്ങൾക്കൊക്കെ അറിയോ? നമുക്കൊന്ന് നോക്കി നോക്കാം. ദ സ്പ്രെഡിങ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡ്സ് ഫ്രം ഇറ്റ്സ് സർഫസ് ടു ദ സറൗണ്ടിങ്സ് ഈസ് കോൾഡ് വേപ്പറൈസേഷൻ. അപ്പോൾ വേപ്പറൈസേഷൻ മുഖേനയാണ് നമ്മൾ ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ എന്താണത് ഉണങ്ങുന്നത്. എന്താണതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ആസ് ദ സബ്സ്റ്റൻസസ് ഹീറ്റ്സ് അപ്പ്, ദ റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഇൻക്രീസസ്. വേപ്പറൈസേഷൻ ഒക്കേഴ്സ് അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ്. വാട്ടർ ഈസ് ദ ഓൺലി സബ്സ്റ്റൻസസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ നാച്ചർ ഇൻ ഓൾ ദ 3 സ്റ്റേറ്റ്സ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നമ്മൾ വെള്ളത്തിന് മാത്രമാണ് 3 അവസ്ഥയിൽ നിൽക്കാൻ കഴിയുക. ഏതൊക്കെയാണ് ആ 3 സ്റ്റേറ്റ്സ്? 3 അവസ്ഥയിൽ നിൽക്കുന്നത് ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നമ്മൾ 3rd സ്റ്റാൻഡേർഡിലും 4th സ്റ്റാൻഡേർഡിലും ഇത് ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്ന. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ 3 സ്റ്റേജിൽ നമ്മൾ വാട്ടറിന് മാത്രമാണ് നിൽക്കാൻ കഴിയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിനി നമ്മൾ മോയ്സ്ചറായിട്ടുള്ള, അതായത് ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ എങ്ങനെയാണ് ഡ്രൈ ആവുന്നത്, അതുപോലെ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സ്റ്റീം, നീരാവി വരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മളൊരു ലിക്വിഡിൻ്റെ സർഫേസിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞത്? ഒരു ലിക്വിഡിൻ്റെ സർഫേസിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന്, അതിനെയാണ് നമ്മൾ ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. ചൂട് കൂടും തോറും വേപ്പറൈസേഷനും ഇൻക്രീസ് ചെയ്യും. ചൂട് കൂടുന്നതിനനുസരിച്ച് എന്താണ്? വേപ്പറൈസേഷൻ ഇൻക്രീസ് ചെയ്യും. ഈ പോയിൻറ്റ്സ് ശ്രദ്ധിക്കണം കേട്ടോ. ഏത് ടെമ്പറേച്ചറിലും വേപ്പറൈസേഷൻ നടക്കും. നമ്മൾ വാട്ടറിന് മാത്രമാണ് 3 സ്റ്റേറ്റ് ആയിട്ടുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ 3 സ്റ്റേജുകളുള്ളത്. അതും കൂടെ അവിടെ നോട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്ത് റീസൺ കാരണമാണ് ഇപ്പോൾ നമ്മൾ നനഞ്ഞ ക്ലോത്ത് ഡ്രൈ ആവുന്നത്? ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ? വേപ്പറൈസേഷൻ ആണ് കേട്ടോ. ആ ഒരു പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക. വേപ്പറൈസേഷൻ. അപ്പോൾ വേപ്പറൈസേഷൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് 2 ലൈൻ. ദ സ്പ്രെഡിങ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡ് ഫ്രം ഇറ്റ്സ് സർഫേസ് ടു ദ സറൗണ്ടിങ്സ്. ഇതിനെയാണ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ ചോദിച്ചാൽ നിങ്ങളെ മനസ്സിൽ, ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നതാണ് ഡ്രസ്സ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉണങ്ങുന്നത്? അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ വേപ്പറൈസേഷൻ ആണ്, മാറിപ്പോവരുത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. വെള്ളം എല്ലാ സമയത്തും അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. നമുക്കൊക്കെ അറിയാം, നമ്മളെ ഭൂമിക്കടിയിലാണ് വെള്ളം ഉള്ളത് അല്ലേ. അപ്പോൾ ഭൂമിക്കടിയിൽ നമ്മളൊരു ഭാഗത്തു നിന്ന് കൂടുതൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താവും? കൂടുതൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള വെള്ളം തായും. അപ്പോൾ കൂടുതലുള്ള വെള്ളം ആ താഴ്ന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അത് അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇതിനൊരു എക്സ്പെരിമെൻ്റ് ആണ് നമുക്കത് മനസ്സിലാക്കി തരാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. വെള്ളം എപ്പോഴും അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? മേക്ക് എൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് ഷോ ഇൻ ദ ഫിഗർ. ഈ പിക്ചറിൽ കാണുന്ന പോലെ എന്ത് ചെയ്യണം? ഇതുപോലെ ഈ ബോട്ടിൽസ് അറേഞ്ച് ചെയ്യണം. കട്ട് 3 പ്ലാസ്റ്റിക് ബോട്ടിൽസ്. 3 പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ചു. ദെൻ പുട്ട് എ ഹോൾ അറ്റ് ദ ബേസ് ഓഫ് ഈച്ച് ഓഫ് ദ ബോട്ടിൽ. ഓരോ ബോട്ടിലിൻ്റെ താഴെയും ചെറിയ ഹോൾ കൊടുക്കുക. അപ്പോൾ 3 പ്ലാസ്റ്റിക് ബോട്ടിൽസ് എടുത്തു, അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തു, എന്നിട്ട് അതിന് താഴെ ഓരോ ഹോൾ കൊടുത്തു. ഇൻസേർട്ട് ദ എൻഡ്സ് ഓഫ് എ മാസൺ പൈപ്പ് ഇൻ ടു ഈച്ച് ഓഫ് ദ ഹോൾസ്. ഈ ഓരോ ഹോളിലൂടെയും മേസൺ പൈപ്പ് എന്ത് ചെയ്യാണ്? എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പൈപ്പ് അതിലൂടെ ഇട്ടു.
ക്ലോസിങ് ദം വിത്തൗട്ട് ലീക്കേജ് യൂസിങ് ആൻ അഡൻസീവ്. അതായത് അതിൽ ആ ഹോളിന് കണക്കാക്കിയിട്ട് വേണം ആ ഒരു പൈപ്പ് നമ്മൾ ഇടാൻ. അവിടെ ലീക്കേജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ടൈറ്റായിട്ട് ആ ഹോളിന് കണക്കാക്കിയിട്ട് വേണം നമ്മളവിടെ വെക്കാൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫസ്റ്റത്തെ ബോട്ടിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ആഡ് വാട്ടർ ടു ഫിൽ 1 ബോട്ടിൽ കംപ്ലീറ്റ്ലി. ആദ്യത്തെ ബോട്ടിൽ നിറയെ നമ്മൾ വെള്ളം ഒഴിച്ചു. ദാറ്റ് ടൈം വി വിൽ സീ ദ വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും വാട്ടർ അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ ആദ്യത്തെ ഈ ഒരു ബോട്ടിൽ നിറയെ വെള്ളം ഒഴിക്കും. നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഹോൾ ഇട്ടിട്ട് ഒരു പൈപ്പ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പൈപ്പിലൂടെ ഈ ഫസ്റ്റത്തെ ബോട്ടിൽ നിന്ന് വെള്ളം സെക്കൻഡ് വണ്ണിലോട്ടും തേർഡ് വണ്ണിലോട്ടും എത്തും. എന്നിട്ട് അത് എപ്പോഴാണ് സ്റ്റോപ്പ് ആവുക? ഈ മൂന്നിലും ഒരേ ലെവലിൽ എത്തുന്ന സമയത്താണ് ആ വാട്ടർ ഫ്ലോ ചെയ്യൽ സ്റ്റോപ്പ് ആവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഈ 3 പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തു. എന്നിട്ട് താഴെ ഒരു ഹോൾ ഇട്ടിട്ട് അതിലൊരു പൈപ്പ് ഘടിപ്പിച്ച് വെച്ചു. എന്നിട്ട് ഫസ്റ്റ് ബോട്ടിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചത്. ആ വെള്ളം ഈ പൈപ്പിലൂടെ സെക്കൻഡ് വണ്ണിലും തേർഡ് വണ്ണിലും എത്തി. എന്നിട്ട് അത് എപ്പോഴാണ് ആ വാട്ടർ ഫ്ലോ ചെയ്യൽ സ്റ്റോപ്പ് ആയത്? മൂന്നിലും ഒരേ ലെവലിലായപ്പോഴാണ് സ്ലോ ആയതല്ല സ്റ്റോപ്പ് ആയത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ ഭൂമിക്കടിയിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെള്ളം ഒരു ഭാഗത്തു നിന്ന് കുറച്ച് കൂടുതൽ എടുത്താൽ അപ്പോൾ ആ ഭാഗത്ത് വെള്ളം പിന്നെ ഇല്ലാതാവും. അപ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് കൂടുതൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ നമ്മൾ എടുത്ത വെള്ളത്തിൻ്റെ ആ ഒരു പൊസിഷനിൽ എന്തെത്തും, ആ വാട്ടർ ഫ്ലോ ചെയ്യും. എന്നിട്ട് 2 സ്ഥലങ്ങളിലും ഒരേ ലെവലാവുമ്പോൾ ആ വാട്ടറിൻ്റെ ഫ്ലോ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വാട്ടറിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. അത് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് മിസ് ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. ഈ എക്സ്പെരിമെൻ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക.